ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. ഈ ചോക്കോ ചിപ്സ് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ ഉണ്ടായിരുന്ന ബട്ടറാണ്. എന്നിട്ട് ഒരു വിസ്ക് എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബട്ടർ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 1/2 കപ്പ് പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം 1/2 കപ്പ് അളന്നെടുത്ത പൗഡർ ഷുഗറാണ്. അപ്പോൾ സെയിം അളവ് ബട്ടറും സെയിം അളവ് ഷുഗറുമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് പിന്നെയും ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ആ ബട്ടറിൻ്റെ കളറ് ചേഞ്ചായിട്ട് ലൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ലൈറ്റ് കളറായിട്ട് വരുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ബട്ടറിൽ മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബൗളിന് മുകളിലേക്ക് ഇങ്ങനെ ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മൈദ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കുക്കീസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് എനിക്കൊരു കുക്കിംഗ് ടിപ്സ് തരാനുള്ളത് ഇതാണ്. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ബട്ടറിൻ്റെ അളവ് കൂടുതലായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ കുഴയ്ക്കുമ്പോൾ ബട്ടർ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടെ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതി. ഇതിലേക്ക് ഞാൻ ഇനി 1/4 കപ്പ് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബദാം ചേർത്ത് കൊടുക്കാം, പിസ്ത ചേർത്ത് കൊടുക്കാം, കാഷ്നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് നമുക്കത് ചേർത്ത് കൊടുക്കാം. അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ കുക്കീസും ഉണ്ടാക്കിയെടുക്കാം. കുക്കീസിനുള്ള ഡോ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ പാനിലേക്കാണ് കുക്കീസ് പരത്തി വെക്കേണ്ടത്. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് കുക്കീസ് പരത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കും. ഇതിലേക്ക് നമ്മളിപ്പോൾ ബട്ടർ പേപ്പർ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് റൗണ്ട് ആക്കിയ ശേഷം നമ്മുടെ കൈയുടെ അകത്ത് വെച്ച് മറ്റേ കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്കിനി ബാക്കിയുള്ള കുക്കീസും തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ കുക്കീസിന് മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് കൂടെ വെച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഓവൻ അല്ലാതെ നമ്മൾ തവയിൽ കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടി കട്ടിയുള്ള തവ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ദോശക്കല്ല് എടുത്തിട്ട് വെച്ചാലും മതി. ഇതിപ്പോൾ ദോശക്കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ പാൻ അതിന് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 15 മിനിറ്റ് സമയത്തോളം നമുക്കൊന്ന് ലോ ഫ്ലെയിം ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളിങ്ങനത്തെ ഗ്ലാസ്സിലിട്ട് വെച്ച് ഇത് അടച്ച് കൊടുക്കരുത്. അതിന് പകരമായിട്ട് ഇങ്ങനത്തെ സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏത് ലിഡ് വേണമെങ്കിലും വെച്ചിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം. നമ്മൾ ഗ്ലാസ് ലിഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഹോൾ ഉണ്ട്. അപ്പോൾ ആ ഹോളിലൂടെ മോയ്സ്ചർ കയറി നമ്മൾ ഉണ്ടാക്കുന്ന കുക്കീസൊക്കെ നനഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കുക്കീസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോക്കോ ചിപ്സൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ശരിക്കും ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ ഇവിടെ തന്നെ ഇതേ പാനിൽ തന്നെ ഇതിരിക്കട്ടെ. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. അപ്പോൾ ചൂടാവുമ്പോൾ കുക്കീസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എടുത്ത് നമുക്കിത്
പൊട്ടിച്ചൊന്നും എടുത്ത് കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സോഫ്റ്റാണ്. പക്ഷേ ഇരിക്കും തോറും അത് നല്ല ഹാർഡായിട്ട് വരും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോഴെല്ലാവരും കണ്ടല്ലോ, നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ള ചോക്കോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.